നമസ്കാരം, പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആൽബം സോങ്ങുകളുടെ ഡയറക്ടറായ മിസിസ് RJ ലച്ചുവിനെയാണ്. നമസ്കാരം. RJ ലച്ചു എന്നുള്ളത് നിങ്ങളുടെ ഇനീഷ്യൽ ആണോ? RJ എന്നുള്ളത് അല്ലല്ല, നമ്മള് വോക്കൽ കൊടുക്കുന്നുണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പല ഇതിലും. FM-ന്റെ അല്ല, മറ്റേ നമ്മുടെ ഷെർച്ചാറ്റ് പോലുള്ള ഇതിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് RJ എന്നാണ് വോയിസ് കൊടുക്കുന്നത്. ഓക്കെ. ശരിക്കും ഈ RJ ലച്ചു ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 4.5 വർഷത്തോളം. 4.5 വർഷം. ശരിക്കും ഡയറക്ടർ ഫീൽഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നതാണോ? അല്ലല്ല, ഡയറക്ഷൻ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നത് കോർഡിനേറ്റർ, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നു. അങ്ങനെ വന്നിട്ടാണ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഡയറക്ഷൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ആൽബംസ് ഒക്കെ എടുത്തിട്ടില്ലേ? പിന്നെ ആൽബം എടുത്തിട്ടുണ്ട്, പിന്നെ ആൽബം മാത്രമല്ല ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെ മൂവീസ് ആണ് ചെയ്തിട്ടുള്ളത്? മേലിനപ്പുറം, 24th കുറെ ചെയ്തിട്ടുണ്ട്. വർക്കുകളിലൊക്കെ ആ ഫിലിമൊക്കെ ഇപ്പൊ കേട്ട പോലെ ആ RJക്ക് കൊടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു നെയിം പോലെ ഒരു പടം ആ ഒരിക്കലാണോ? ഒരിക്കലും അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മന്ദാരച്ചേല് അല്ലെ ഹിറ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഹിറ്റായി അത് ശരിക്കും രേണു സുധീനെ വെച്ച് തന്നെ. ഇപ്പൊ രണ്ടാമത്തെ നിങ്ങൾ രേണു സുധീനെ വെച്ച് തന്നെയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. പുതിയത് എന്താണ്? കള്ളിപ്പെണ്ണും കള്ളും കുപ്പിയും. ഇപ്പൊ മൂന്നാമതൊരു പ്രോജക്റ്റും അങ്ങനെ കേൾക്കുന്നു. ശരിയാണോ? എന്തുകൊണ്ടാണ് ഇവിടെ ധാരാളം അഭിനയിക്കാൻ കഴിവുള്ള സ്ത്രീകള്, അഭിനയിക്കാൻ കഴിവ് മാത്രമല്ല എല്ലാ ക്വാളിറ്റിയുമുള്ള ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഈ പിന്നെ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീയെ മച്ചു മാത്രം നിങ്ങൾ ഈ ആൽബം സോങ് ആയാലും പിന്നെ വിഷ്വൽസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അത് ഈ കഴിവുള്ള മറ്റു നല്ല കലാകാരന്മാർക്ക് കൊടുക്കാതെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് ആ ഒരു ഇതാണ് പ്രശസ്തി അല്ലേ? അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നെഗറ്റീവിന് വേണ്ടിയിട്ടല്ല രേണു ചേച്ചിനെ വെച്ചെടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഓരോ റീച്ചിന് വേണ്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഓരോ ജോഡികളുണ്ട്. അപ്പം ഇതായിട്ട് നിൽക്കുന്ന ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ കാസ്റ്റിങ്ങിന് യോജിച്ച ഒരാളാണ്. നമ്മൾ ഫസ്റ്റ് ആൽബം ചെയ്ത സമയത്ത് നമ്മളോട് ഒരു എതിർപ്പ് പറയാതെ, ഒരു എതിർപ്പും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതില് ആ ഒരു സ്റ്റോറിയിലും നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും പുള്ളിക്കാരി ഓക്കെ ആണ്. ശരിക്കും ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഇപ്പൊ സ്റ്റോറിയുടെ കാര്യം ഇപ്പൊ ഒരു കോൺട്രവേഴ്സി വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന നായികയ്ക്ക് നിങ്ങൾ ഡയറക്ടറായ നിങ്ങൾ വേണ്ട കഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെയും അതിന് വരേണ്ട സീനുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ ആ സമയത്ത് സ്പോട്ടിൽ മാത്രമാണ് അവരോട് ഇന്ന പോലെ ചെയ്യൂ, ഇന്ന പോലെ ചെയ്യൂ. ഇപ്പൊ ഈവൻ ഒരു ഇന്റിമസി 4-5 സീൻ കണ്ടു. അതിനകത്ത് നിങ്ങളുടെ വോയിസ് വന്നതും ഉണ്ട്. അതിനകത്ത് RJ ലച്ചുവിന്റെ വോയിസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കെട്ടിപ്പിടിക്കൂ, കുറച്ചുകൂടെ പിടിക്കൂ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ സീനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ RJ ലച്ചു അത്രയും സൗണ്ട് പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്നു പറയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൽബത്തിന്റെ ഈ ഒരു സ്റ്റോറി ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, നമ്മള് ഈ ഒരു സോങ് എടുത്ത സമയത്ത് തന്നെ, ഒരു സോങ് നമ്മളെ സെലക്ട് ആക്കിയ സമയം മുതൽ തന്നെ, സോങ്ങിന്റെ ഫൈനൽ ഔട്ട് നമുക്ക് കിട്ടിയപ്പോൾ മുതല് നമ്മൾ രേണു ചേച്ചിയായിട്ടും ദാസേട്ടനായിട്ടും പ്രതീക്ഷേട്ടനായിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റോറിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്കും ഇത് ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് സ്റ്റോറി ലോക്ക് ആക്കുന്നത്. സ്റ്റോറി ലോക്ക് ആക്കി പിന്നീട് നമ്മൾ അതിന് അവിടെ ഷൂട്ട് ചെയ്ത സമയത്തും ഷൂട്ട് ചെയ്തതിന്റെ തലേന്ന് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല. പിന്നെ നമ്മള് ലൊക്കേഷനിൽ ചെന്ന് അങ്ങനെ ഒരു വോയിസ് ഓവർ അവർക്ക് കൊടുക്കാൻ കാരണം നമുക്ക് കിട്ടേണ്ട വിഷ്വൽ ഉണ്ട്. ഈ വിഷ്വലിന് വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. ആർട്ടിസ്റ്റ് കേൾക്കുക മാത്രം, ആർട്ടിസ്റ്റ് കേൾക്കുക, നമ്മളെ നോക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഒരു നമ്മളിത്